നിയമസഭയിലേക്കുള്ള 140 ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നതിനുള്ള വോട്ടെടുപ്പ് ഏപ്രിൽ 9 നടക്കുന്നു. 71 സീറ്റുകൾ നേടുന്ന പാർട്ടിക്കോ മുന്നണിക്കോ അടുത്ത 5 വർഷം കേരളം ഭരിക്കാം. 3 മുന്നണികളാണ് അധികാരം പിടിക്കാൻ പോരടിക്കുന്നത്. 10 വർഷമായി കേരളം ഭരിക്കുന്ന ഇടതുമുന്നണിയും ജനാധിപത്യ മുന്നണിയും BJP മുന്നണിയും. ഇവയിൽ ഇടതു വലതു മുന്നണികൾക്ക് എപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാലും 40 സീറ്റ് വീതം കിട്ടുമെന്ന് തീർച്ചയുണ്ട്. ബാക്കി 31 സീറ്റാണ് നിർണായകം. അതിനുവേണ്ടിയുള്ള കളികളിൽ മുന്നിൽ നിൽക്കുന്നവർക്ക് ലഭിക്കുന്ന സീറ്റുകളുടെ എണ്ണം 100-നപ്പുറവും വരെ കടക്കാം. ഇപ്പോൾ ഭരിക്കുന്ന ഇടതുമുന്നണിക്ക് 2021 90 സീറ്റ് കിട്ടി. ജനാധിപത്യ മുന്നണിക്ക് 50 സീറ്റും. 2016 കേരള നിയമസഭയിൽ അക്കൗണ്ട് തുറന്നെങ്കിലും 2021 BJPക്ക് സീറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ഇടതുമുന്നണിക്ക് 45.3% വോട്ടും ജനാധിപത്യ മുന്നണിക്ക് 39.4% വോട്ടും BJP മുന്നണിക്ക് 12.5% വോട്ടുമാണ് ലഭിച്ചത്. 2016 ഇടതുമുന്നണിക്ക് 43.1%, ജനാധിപത്യ മുന്നണിക്ക് 38.6%, BJP മുന്നണിക്ക് 14.9% വോട്ടും ലഭിച്ചു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുന്നണിക്ക് 45.16%, ഇടതുമുന്നണിക്ക് 33.34%, BJP മുന്നണിക്ക് 19.26% വോട്ട് കിട്ടി. 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുന്നണിക്ക് 38.81%, ഇടതുമുന്നണിക്ക് 33.45%, BJP മുന്നണിക്ക് 14.71% വോട്ട് ലഭിച്ചു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 47% വോട്ട് നേടിയ കോൺഗ്രസ് മുന്നണി 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിന്നോട്ടടിച്ച് 39.4%-ലെത്തി. 36% മാത്രം വോട്ട് നേടിയ ഇടതുമുന്നണി 45.3% വോട്ടും 90 സീറ്റും നേടി ഭരണം പിടിച്ചു. അന്ന് പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ 40.2% വോട്ടോടെ ഇടതുമുന്നണി മുന്നിൽ കയറിയിരുന്നു. കോൺഗ്രസ് മുന്നണി 37.9% വോട്ടിലേക്ക് താഴുകയും ചെയ്തു. BJP മുന്നണി 15% വോട്ടും നേടി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇടതുമുന്നണി 45.3%-ലേക്ക് കുതിച്ചു. കോൺഗ്രസ് മുന്നണിക്ക് 39.4% വോട്ടും സമാഹരിക്കാനായി. BJP മുന്നണി മാത്രം പിന്നോട്ടടിച്ച് 12.5%-മായി. ഓരോ തെരഞ്ഞെടുപ്പിലും ജനം ചിന്തിക്കുന്നത് ഓരോ രീതിയിലാണെന്ന് വ്യക്തം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനഹിതം തങ്ങൾക്കൊപ്പമാക്കുന്നതിന് അറിയാവുന്ന എല്ലാ തന്ത്രങ്ങളും രാഷ്ട്രീയ നേതാക്കന്മാർ പുറത്തെടുക്കുന്ന നാളുകളാണിത്. ജനമനസ്സ് തങ്ങളിലേക്ക് ആകർഷിക്കുന്നതിനും മറ്റുള്ളവർക്ക് എതിരാക്കുന്നതിനും ഓരോ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വളരെ കുറച്ച് സമയം മാത്രം ലഭിക്കുന്നതുകൊണ്ട് ഒന്നിനും സാവകാശം കിട്ടുന്നില്ല എന്ന സാഹചര്യവുമുണ്ട്. മൂന്നാം ഊഴം ഉറപ്പാക്കുന്നതിന് ശ്രമിക്കുന്ന പിണറായിയും അദ്ദേഹത്തെ പുറത്താക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസുമാണ് ഈ കളത്തിലെ പ്രധാന കളിക്കാർ. മൂന്നാം ഊഴം ഉറപ്പിക്കുന്നതിന് പിണറായി BJPയുമായി ഡീൽ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന കോൺഗ്രസ് പ്രചാരണം ശരിയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് വിജയം ഉറപ്പിക്കുന്നതിനുള്ള തന്ത്രങ്ങളിൽ പിണറായി ഏറെ മുന്നിലാണെന്ന് കോൺഗ്രസ് തന്നെ സമ്മതിച്ചിരിക്കുകയാണ്. BJP കുറെ സീറ്റുകളിൽ ജയിക്കുന്നതിന് ഇടതുമുന്നണി സഹായിക്കും. തിരിച്ച് ഇടതുമുന്നണി കുറെ സീറ്റുകളിൽ വിജയിക്കുന്നതിന് BJPയും സഹായിക്കും. അതിലൂടെ BJPക്ക് കേരള നിയമസഭയിൽ കുറെ പ്രതിനിധികളാവും. പിണറായിക്ക് മൂന്നാം ഊഴം ഉറപ്പിക്കുകയും ആവാം. മാന്ത്രിക സംഖ്യയായ 71-ലെത്താം. ഇത്തരത്തിലൊരു ഡീൽ നടന്നിട്ടുണ്ടെങ്കിൽ അത് പിണറായിയുടെ മിടുക്ക്. അദ്ദേഹം വീണ്ടും ഭരണം പിടിക്കും. കോൺഗ്രസിന് പ്രതിപക്ഷത്തിരിക്കാം. ഭരണം പിടിക്കുന്നതിന് വേണ്ട 71 സീറ്റ് ഉറപ്പാക്കാൻ എന്തും ചെയ്യാനുള്ള മാൻഡേറ്റ് അദ്ദേഹത്തിന് പാർട്ടി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം തന്നെ നിഷേധിച്ചാലും CPM പാർട്ടിയും നിലപാടുകളുമെല്ലാം അദ്ദേഹം പറയുന്നതാണ്. VS അച്യുതാനന്ദൻ 2006 കേരളത്തിൽ മുഖ്യമന്ത്രിയായത് 82-ാം വയസ്സിലാണെന്നതുകൊണ്ട് 4-ാം ഊഴത്തിനുള്ള ബാല്യം പിണറായിക്കില്ല എന്നൊന്നും ഇപ്പോൾ പറയാനാവില്ല. 2031 നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ടെങ്കിൽ അന്നത്തെ കളിക്ക് വേറെ തന്ത്രങ്ങൾ ഉണ്ടാക്കും. 4-ാം ഊഴത്തിന് താൻ ഉണ്ടാവില്ല എന്ന മട്ടിൽ അദ്ദേഹം വിത്തുവരെയെടുത്ത് കുത്തിത്തിന്നുകയാണെന്ന് പറയുന്നവരുമുണ്ട്. തന്റെ ലാസ്റ്റ് ഇന്നിങ്സ് ആണെന്ന് തോന്നി ജയിക്കാൻ എല്ലാ തന്ത്രവും പരീക്ഷിക്കുകയാണ് പോലും.
ഇത്തരമൊരു ഡീലുള്ളതായി പിണറായിയോ രാജീവ് ചന്ദ്രശേഖരോ സമ്മതിച്ചിട്ടില്ല. സമ്മതിക്കുന്നത് രണ്ടു കൂട്ടർക്കും ആപത്താണ്. BJP CPM ഡീലിനെ കുറിച്ച് ജനമറിഞ്ഞാൽ പിണറായി വിരുദ്ധത കൊണ്ട് BJPയിലുള്ളവരെല്ലാം കോൺഗ്രസ് മുന്നണിക്ക് വോട്ട് ചെയ്യും. BJP വല്ലാതെ പുറകിൽ പോകും. അതുപോലെ BJP വിരുദ്ധത കൊണ്ട് CPMനോട് ചേർന്ന് നിൽക്കുന്നവരെല്ലാം കളം മാറ്റും. കോൺഗ്രസ് രക്ഷപ്പെടും. അതുകൊണ്ട് എല്ലാം രഹസ്യത്തിൽ ചെയ്യണം. അനുകൂലമായ അടിയൊഴുക്കുകളാണ് ഉണ്ടാക്കേണ്ടത്. കേഡർ പാർട്ടിയായ CPMനും അതുപോലെ പ്രവർത്തിക്കുന്ന BJPക്കും അതിനൊക്കെ സാധിച്ചേക്കാം. തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നവനാണ് ജേതാവ്. തോറ്റവന് സങ്കടം കരഞ്ഞു തീർക്കാമെന്ന് മാത്രം. ഇത്തരമൊരു ഡീലുണ്ടെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനായാൽ BJP വിരുദ്ധ CPM വിരുദ്ധ വോട്ടുകൾ തങ്ങൾക്ക് സമാഹരിക്കാനാകുമെന്ന് കോൺഗ്രസ് മുന്നണി കരുതുന്നു. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് വലിയ വിഷയമായി അവർ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നു. ഫലത്തിൽ പിണറായിക്ക് ഗുണമാണ് അതും. 10 വർഷത്തെ അതിക്രമങ്ങൾ ജനങ്ങളെ ഓർമ്മിപ്പിക്കേണ്ട സമയത്ത് ഡീൽ പോലുള്ള വിഷയങ്ങളിൽ ഉടക്കിക്കിടന്ന് കോൺഗ്രസ് സമയം കളയുന്നു. മാന്ത്രിക നമ്പർ കടക്കാൻ കോൺഗ്രസ് മുന്നണി ഉണ്ടാക്കുന്ന കൂട്ടുകെട്ടുകൾ അസ്വസ്ഥതയുണ്ടാക്കുന്നുണ്ട്. മതരാഷ്ട്രവാദികളായ ജമാഅത്തെ ഇസ്ലാമിയോട് വരെ കൂട്ടുകൂടുന്നത് പലരിലും സംശയമുണ്ടാക്കിയിട്ടുണ്ട്. ആരോട് കൂടിയാലും ജയിക്കണമെന്നായിട്ടുണ്ട് കോൺഗ്രസിന്റെയും നിലപാട്. കോൺഗ്രസിലെ പരസ്യമായ ഈ രഹസ്യ ബാന്ധവം സ്ഥാനാർത്ഥിയെ നിർണയിക്കുന്നതിൽ വരെ പ്രകടമായി. സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് നോക്കിയാൽ വ്യക്തം. അതും അവർക്കോ എന്ന് പല സീറ്റിനെ കുറിച്ചും ചോദിച്ചു പോകുന്നു. പുനലൂരിൽ വരെ ലീഗ് സ്ഥാനാർത്ഥികളായി വഴിമാറി. കൊച്ചിയിൽ ലത്തീൻ സഭ വരെ വളരെ സംയമനത്തോടെ പറഞ്ഞു കോൺഗ്രസിൽ നിന്ന് ഇത് പ്രതീക്ഷിച്ചില്ല. ചില സ്ഥലങ്ങളിലെങ്കിലും അടിയൊഴുക്ക് പ്രതികൂലമാക്കാൻ വേണ്ടതായിട്ടുണ്ട്. ഏതായാലും 100 സീറ്റ് കിട്ടിയില്ലെങ്കിൽ വനവാസത്തിനൊന്നുമില്ലെന്ന് സതീശൻ തിരുത്തിയിട്ടുണ്ട്. അതായത് അപകടം മണക്കുന്നതായി തോന്നിത്തുടങ്ങിയെന്ന്. മൂന്നാം ഊഴത്തിന് ശ്രമിക്കുന്ന പിണറായി സർക്കാരിന്റെ കോട്ടങ്ങൾ ഈ ദിവസങ്ങളിൽ ചർച്ചാ വിഷയമാക്കാതെ നോക്കുന്നതിലും പിണറായി വിജയിച്ച മട്ടാണ്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അദ്ദേഹം അഭിമുഖങ്ങൾ സെറ്റാക്കി. ചലച്ചിത്ര നടൻ മോഹൻലാലുമായിട്ടായിരുന്നു ആദ്യ അഭിമുഖം. അതിനുശേഷം മലയാളത്തിലെ മിക്കവാറും എല്ലാ ചാനലുകൾക്കും പത്രങ്ങൾക്കും അദ്ദേഹം അഭിമുഖം കൊടുത്തു. പത്രക്കാരെ ഓടിച്ചകറ്റിയിരുന്ന പിണറായി വാതിൽ തുറന്നപ്പോൾ എല്ലാവരും മത്സരിച്ചോടി കയറി. ഇതാണ് പത്രങ്ങളെന്ന് പിണറായിക്കറിയാം. എത്ര തട്ടിയാലും ഞൊടിച്ചാൽ ഓടി വരുന്നവരാണ് അവർ. മാർച്ച് 20 മുതൽ 23 വരെ ഏതാണ്ട് 20ഓളം ഒന്നാംകിട ദൃശ്യമാധ്യമങ്ങളുമായി പിണറായി അഭിമുഖം നടത്തി. എല്ലാ ചാനലിന്റെയും പ്രമാണിമാർ തന്നെ രംഗത്ത് വന്നു. മുഖ്യമന്ത്രി ശരിക്കും ഗെയിം പ്ലാനോടെ കളിച്ചു. ചോദ്യക്കാർ പലരും അത്തരത്തിലുള്ള ഗെയിം പ്ലാൻ ഇല്ലാത്തവരായിരുന്നു. മുഖ്യമന്ത്രിയുമായി അഭിമുഖത്തിന് അവസരം കിട്ടിയതിൽ അഭിമാനിക്കുകയും അദ്ദേഹത്തെ ഭയപ്പെടുകയും ചെയ്യുന്നത് പോലുള്ള ശരീരഭാഷയായിരുന്നു പലർക്കും. ഒരിക്കൽ ആട്ടിപ്പുറത്താക്കിയവരുടെ യജമാനന്മാർക്ക് മുൻപിൽ പിണറായി കൂസാതെയിരുന്ന് കാര്യങ്ങൾ പറഞ്ഞു. അപ്രിയ ചോദ്യങ്ങൾ തീരെ ഉണ്ടായില്ല. കോന്നിയിലെ ദാസ് P ജോർജ് ചോദിച്ച ചോദ്യം പോലും ആരും ചോദിച്ചില്ല. ചിലർക്ക് ചോദ്യം മുഴുവൻ ചോദിക്കാൻ സമയം കിട്ടിയില്ല പോലും. അക്കാര്യം ഫേസ്ബുക്കിലൂടെ മാലോകരോട് പറഞ്ഞു. ചാനലിൽ ഇരുന്ന് പല പാവം അതിഥികളെയും ഉറപ്പിക്കുന്നവർ പൂച്ച പോലിരുന്ന് പിണറായിയെ കേട്ടു. പിണറായിക്ക് പറയാനുള്ളത് പറയാൻ അവസരമുണ്ടാക്കി. ഏഷ്യാനെറ്റ്, മനോരമ, മാതൃഭൂമി, കൗമുദി, ന്യൂസ് മലയാളം, 24, ബിഗ് TV, റിപ്പോർട്ടർ, ന്യൂസ് 18, ദ ക്യൂ, മീഡിയ 1, ഇന്ത്യ ടുഡേ, ടൈംസ് നൗ തുടങ്ങിയവരെല്ലാം മുഖ്യമന്ത്രിയുമായി അഭിമുഖം നടത്തി. 10 വർഷം ചെയ്യാനായ കാര്യങ്ങൾ എണ്ണിപ്പറഞ്ഞു. ചെയ്യാൻ പോകുന്നവയെക്കുറിച്ച് പ്രതീക്ഷയോടെ സംസാരിച്ചു. ഹോംവർക്ക് കൂടുതൽ ചെയ്തത് മുഖ്യമന്ത്രിയാണെന്ന് വ്യക്തം. അക്ഷയ് കുമാർ മോദിക്ക് കൊടുത്ത അഭിമുഖം പോലെയെന്നായിരുന്നു മോഹൻലാലുമായുള്ള അഭിമുഖത്തെ ചിത്രീകരിച്ചതെങ്കിൽ ചാനൽ സിംഗങ്ങളെ മുഖ്യമന്ത്രി വരച്ച വരയിൽ നിർത്തി. 81 വയസ്സായ വൃദ്ധൻ എന്ന് തോന്നില്ല. അദ്ദേഹത്തെ ചോദ്യത്തിൽ കൊടുക്കാൻ ആർക്കും സാധിച്ചുമില്ല. അവയിലൂടെ ഈ ദിവസങ്ങളിലെ ചർച്ചകൾക്ക് വേണ്ട വിഷയങ്ങൾ കൊടുത്തു. തെരഞ്ഞെടുപ്പ് ദിനങ്ങളിൽ ചാനലുകൾ എന്ത് ചർച്ച ചെയ്യണമെന്ന് ഇതിലൂടെ മുഖ്യമന്ത്രി തീരുമാനിച്ചു. മുഖ്യമന്ത്രി അഭിമുഖം അനുവദിച്ചതിലും തങ്ങളോട് വലിയ കരുണ കാണിക്കുന്നത് പോലെ ഓച്ചാനിച്ചിരുന്നു പലരും ചോദ്യങ്ങൾ ചോദിച്ചു. അപ്രിയ ചോദ്യങ്ങൾ ഒഴിവാക്കി. പോലീസ് അതിക്രമങ്ങൾ, വിലക്കയറ്റം, സാമ്പത്തിക പ്രതിസന്ധി, അബ്കാരികൾക്ക് കൊടുക്കുന്ന സഹായങ്ങൾ, വീണ, സ്വപ്ന, സ്വജനപക്ഷപാതം എല്ലാം ഔട്ട്.
നവകേരള സദസ്സിനു നേരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസുകാരെ പോലീസും സഖാക്കളും ചേർന്ന് മർദ്ദിച്ചത്, കർഷക പെൻഷൻ കൊടുക്കാതിരുന്നത്, പ്രകടന പത്രികയിലെ 2500 രൂപ ക്ഷേമ പെൻഷൻ പ്രഖ്യാപനം ഇനിയും നടപ്പാക്കാത്തത്, കേന്ദ്ര സർക്കാരുമായി ഉടക്കി വേണ്ടെന്ന് വെച്ച ആരോഗ്യ സുരക്ഷ പോലുള്ള ജനകീയ പദ്ധതികൾ ദുരിതാശ്വാസത്തിന് കേന്ദ്രം കൊടുത്ത തുക കേരളം വാങ്ങിയില്ല എന്ന കേന്ദ്ര ധനമന്ത്രിയുടെ ആക്ഷേപം, പ്രളയത്തിന് സുമനസുകളായ നാട്ടുകാർ കൊടുത്ത കോടികൾ എന്തു ചെയ്തെന്ന സംശയം, നവകേരള നിർമ്മിതി എവിടെ വരെ എത്തിയെന്ന ചോദ്യം, കിഫ്ബിയുടെ ധൂർത്ത്, പട്ടയത്തിലെ ന്യൂനത, കോശി കമ്മീഷൻ, ലവ് ജിഹാദ്, നർക്കോട്ടിക് ജിഹാദ് തുടങ്ങിയ ജനങ്ങളുടെ സംശയങ്ങൾ ഒന്നും ചോദിക്കാൻ അവർക്കായില്ല. പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ 1998 മുതൽ 2015 വരെ 18 വർഷവും, മുഖ്യമന്ത്രി എന്ന നിലയിൽ 2015 മുതൽ ഇന്ന് വരെ 10 വർഷവും പാർട്ടിയുടെ കാര്യങ്ങൾ താൻ തീരുമാനിക്കുന്നു എന്ന് ഓർമ്മിപ്പിച്ച പിണറായി, ആരും പാർട്ടിക്ക് മുകളിലല്ല എന്ന് പറയാനും മറന്നില്ല. തനിക്കും മുകളിലല്ല എന്നും അത് വ്യാഖ്യാനിക്കാം. അത്തരം വ്യാഖ്യാനത്തിലേക്ക് അഭിമുഖക്കാരൻ കടക്കാൻ നോക്കിയപ്പോൾ ശരിക്കും തടഞ്ഞു. മാർച്ച് 21-ന് ഇന്ന് അങ്ങയുടെ പിറന്നാളാണെന്ന ആമുഖത്തോടെ അദ്ദേഹത്തിന്റെ വാർദ്ധക്യം മനോഹരമായി ഓർമ്മിപ്പിച്ചാണ് ഒരു ചാനൽ തുടങ്ങിയത്. അദ്ദേഹം വളരെ തന്ത്രപരമായി പല കോണികളും ഇട്ടുനോക്കി. പക്ഷേ പിണറായി വീണില്ല. അമ്പലപ്പുഴയിലെ ജി സുധാകരന്റെ പ്രവൃത്തി ചെറ്റത്തരമായെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ 10 വർഷമല്ല 18 വർഷം സെക്രട്ടറി ആയിരുന്നു. അന്നടക്കം എല്ലാ കാലവും ഞാൻ പാർട്ടിക്ക് വിധേയനാണ്. 2011 പോസ്റ്ററിൽ ഫോട്ടോകൾ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എല്ലായിടത്തും അങ്ങയുടെ ചിത്രങ്ങളുണ്ടല്ലോ എന്ന ചോദ്യത്തിന് കാലത്തിനനുസരിച്ചുള്ള മാറ്റം എന്നായി മുഖ്യമന്ത്രി. ഈ പ്രായത്തിലും എങ്ങനെ ഒരു അബദ്ധം പോലും വരാതിരിക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരമില്ലെന്ന് മറുപടി പറഞ്ഞെങ്കിലും അഭിമുഖം അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്നതിനെല്ലാം നന്ദി എന്ന അർത്ഥഗർഭമായി പറയാനും പിണറായി മറന്നില്ല. അഭിമുഖത്തിൽ പിണറായി ഉപയോഗിച്ച ചെറ്റത്തരം എന്ന വാക്കിലായി 2 ദിവസത്തെ ചർച്ചകൾ. കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ പല വിഷയങ്ങളും ഉണ്ടാകുമായിരുന്നില്ല എന്ന് വരുത്താൻ ശ്രമിച്ച ചോദ്യകർത്താവിനോട് കോടിയേരി തന്റെ ഹൃദയത്തിന്റെ ഭാഗമെന്ന് പറഞ്ഞ പിണറായി, പക്ഷെ അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ കാണുമായിരുന്നു എന്ന് പറഞ്ഞു. സംഘപരിവാറിൽ തനിക്ക് സുഹൃത്തുക്കളില്ല എന്ന് വ്യക്തമാക്കുവാനും മുഖ്യമന്ത്രിക്കായി. 3-ാം ഊഴത്തിൽ എന്തു പുതിയ കാര്യം ചെയ്യാനാണ് പരിപാടി എന്ന ചോദ്യത്തിന് ഇവിടെ ഒന്നും നടക്കില്ല എന്ന ധാരണ മാറ്റാനും നടക്കുമെന്ന് തെളിയിക്കാനുമായി എന്ന് പറഞ്ഞുകൊണ്ട് ലോകോത്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി മികച്ച വിദ്യാഭ്യാസവും പരിശീലനവും കൊടുത്ത് നമ്മുടെ കുട്ടികളെ ആഗോളതലത്തിൽ മത്സരസജ്ജരാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. മികവിന്റെ 13 കേന്ദ്രങ്ങൾ വരും. ആഗോള മത്സരത്തിന് നമ്മുടെ കുട്ടികളെ പ്രാപ്തരാക്കണം. ഇവിടെ അവസരമുണ്ടാകണം, അദ്ദേഹം കൃത്യമായി പറഞ്ഞു. എത്ര നല്ല സ്ഥാപനം വന്നാലെന്താ, യോഗ്യത നോക്കാതെ സ്വന്തക്കാരെ നിയമിച്ചാൽ എന്തു ഫലമെന്ന് ചോദിക്കാൻ ആരുമുണ്ടായില്ല. മുഖ്യമന്ത്രിയുടെ മകളുടെ ഭർത്താവിനെ മന്ത്രിസഭയിലെടുത്തതിന്റെ ന്യായങ്ങളെല്ലാം മുഖ്യമന്ത്രിയെ ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു ഒരു മാധ്യമപ്രവർത്തക മുഹമ്മദ് റിയാസിനെ കുറിച്ച് ചോദിച്ചത് തന്നെ. റിയാസിനെ മന്ത്രിസഭയിലെടുക്കാൻ അവർ നിരത്തിയ ന്യായങ്ങളുള്ള വേറെ ചിലരും ഉണ്ടായിരുന്നിട്ടും റിയാസിനെ എടുക്കാനായത് എന്തുകൊണ്ടെന്ന് ചോദിച്ചില്ല. മരുമകൻ എന്ന് വിളിച്ച് റിയാസിനെ ആക്ഷേപിക്കുന്നത് മോശമല്ലേ എന്ന മട്ടിലായിരുന്നു ചോദ്യം. മുഖ്യമന്ത്രിക്ക് തന്റെ പ്രവൃത്തി ന്യായീകരിക്കുന്നതിനുള്ള അവസരമാണ് ഇത്തരം ചോദ്യം ഇല്ലാതാക്കിയത്. മന്ത്രിമാരെ നിശ്ചയിച്ചതും വകുപ്പ് തീരുമാനിച്ചതും താൻ മാത്രമല്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് വളരെ ലളിതമായി വിഷയം പരിഹരിക്കാനായി. ആരെയും കൂസാതെ സംസാരിക്കുന്ന മുഖ്യമന്ത്രി എവിടെയും എന്തും പറയാറുണ്ട്. താൻ പരാമർശിക്കുന്ന വ്യക്തിയെക്കുറിച്ച് തന്റെ ഉള്ളിലുള്ള വികാരം മറന്നേക്കി പുറത്തുവിടാറുണ്ട്. അമ്പലപ്പുഴയിൽ CPM വിട്ട് കോൺഗ്രസ് മുന്നണിയിൽ മത്സരിക്കുന്ന ജി സുധാകരന്റെ പ്രവൃത്തിയെ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം ചെറ്റത്തരമെന്ന് വിശേഷിപ്പിച്ചു. അതോടെ സോഷ്യൽ മീഡിയയിൽ പിണറായിയുടെ ഇത്തരം പ്രതികരണങ്ങളുടെ പ്രവാഹമായി. 2014 ഇടതുമുന്നണി വിട്ട് കോൺഗ്രസ് മുന്നണിയിൽ കൊല്ലത്ത് മത്സരിച്ച RSP നേതാവ് NK പ്രേമചന്ദ്രനെ പരനാറി എന്ന് വിളിച്ചതാണ് ആരും മറക്കാത്ത ഒന്ന്. അക്കുറി കൊല്ലത്ത് സാക്ഷാൽ MA ബേബിയെ തോൽപ്പിച്ച് പ്രേമചന്ദ്രൻ വിജയിച്ചതിന് പിണറായിയുടെ ഈ പ്രയോഗവും സഹായിച്ചു എന്നാണ് പറയപ്പെടുന്നത്. പാർട്ടി സെക്രട്ടറി ആയിരിക്കെ 2007 താമരശ്ശേരി മെത്രാനെ നികൃഷ്ടജീവി എന്നാണ് പിണറായി വിജയൻ വിളിച്ചത്. CPM നേതാവായിരുന്ന മത്തായി ചാക്കോ രോഗക്കിടക്കയിൽ വെച്ച് രോഗീലേപനം സ്വീകരിച്ചു എന്ന് പറഞ്ഞതിനായിരുന്നു ആ പ്രതികരണം.
വീട്ടുകാർ ആവശ്യപ്പെട്ടതനുസരിച്ച് മത്തായി ചാക്കോയ്ക്ക് ആശുപത്രിയിലെത്തി താൻ രോഗീലേപനം കൊടുത്തതായി പാലാ രൂപതയിലെ പ്രമുഖ വൈദികനും അക്കാലത്ത് POCയിൽ സേവനം അനുഷ്ഠിച്ചിരുന്നവനുമായ ഫാദർ ജോസ് കോട്ടായിൽ തന്നെ സാക്ഷ്യപ്പെടുത്തിയതാണ്. 2012 TP ചന്ദ്രശേഖരനെ കുലംകുത്തിയെന്ന് വിളിച്ചതും പിണറായി. ഒരു സമൂഹം തിരുശേഷിപ്പായി കരുതുന്ന തലമുടിയെക്കുറിച്ച് ബോഡി വേസ്റ്റ് എന്ന് ചിത്രീകരിച്ചതും അദ്ദേഹം. ഉയരം കുറഞ്ഞ ഒരു നേതാവിനെ കുറിച്ച് 8 അട്ടിവെച്ചവൻ എന്ന് പറഞ്ഞതും ഈ പിണറായി വിജയൻ തന്നെയാണ്. പത്രക്കാരോട് 2016 എടോ ഗോപാലകൃഷ്ണ എന്നും 2017 കടക്കൂപുറത്തെന്ന് ജൽപ്പിച്ചതും ഓർമ്മിപ്പിക്കപ്പെട്ടു. കോന്നിയിൽ പ്രസംഗത്തിനിടെ ചോദ്യം ചോദിക്കാൻ മുതിർന്ന ഒരു സഖാവിനോട് വീട്ടിൽ പോയി ചോദിക്കാൻ തിരിച്ചടിച്ചതും പിണറായി സ്റ്റൈലായി. CPMന്റെ 2008 കോട്ടയം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനത്തിൽ മുദ്രാവാക്യം വിളിച്ച് അലമ്പാക്കിയവരോട് മൈക്കിലൂടെ കള്ളു കുടിച്ചിട്ടുണ്ടെങ്കിൽ വയറ്റിൽ കിടക്കണമെന്ന് ക്ഷോഭിച്ചലറിയതും പിണറായിയാണ്. പിണറായിയുടെ ഈ സ്റ്റൈൽ തിരഞ്ഞെടുപ്പ് കാലത്ത് വോട്ട് കളയുമെന്ന് കരുതുന്നവരുണ്ട്. എന്നാൽ അതുകൊണ്ട് പിണറായി സ്റ്റൈൽ മാറ്റാൻ പോകുന്നില്ല എന്നതും സത്യം. പ്രസംഗങ്ങളിൽ മോശം വാക്കുകൾ ഉപയോഗിക്കുന്നത് ഇടതുപക്ഷത്തിന് വലിയ വോട്ട് ചോർച്ച ഉണ്ടാക്കുന്നില്ലെങ്കിലും ജനാധിപത്യ മുന്നണിക്കാർക്ക് നല്ല ശൈലിയല്ല. കായംകുളത്തെ CPM സ്ഥാനാർത്ഥി പ്രതിഭയെക്കുറിച്ച് ലീഗ് നേതാവ് ഇർഷാദ് നടത്തിയ പരാമർശങ്ങൾ ജനാധിപത്യക്കാരുടെ ശൈലിക്ക് ഹീനങ്ങളായി. ലീഗ് അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തു. പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ അദ്ദേഹത്തെ നീക്കി. എങ്കിലും ജനാധിപത്യ ചേരിക്കാർ നിശബ്ദരായില്ല. പണ്ട് VSഉം CPM പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവനും പ്രതിഭ തന്നെയും പറഞ്ഞ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് അവർ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു. ഏതായാലും വോട്ട് ചോദിച്ചു മത്സരിക്കുമ്പോൾ 3 വട്ടമായി തോക്കുന്ന എനിക്ക് ഒരവസരം തരണമെന്ന് പറഞ്ഞ കായംകുളത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ലിജു വേദിയിൽ ഗദ്ഗതകണ്ഠനായതുമൂലം ആരുടെയെങ്കിലും മനസ്സലിഞ്ഞിട്ടുണ്ടെങ്കിൽ എതിർ സ്ഥാനാർത്ഥി പ്രതിഭയുടെ കണ്ണീർ ആ ഹൃദയങ്ങളെ കഠിനമാക്കിയിരിക്കണം. ഏതായാലും കോൺഗ്രസുകാർ പിണറായിക്ക് പഠിക്കരുത്. അത് സംസാരത്തിൽ മാത്രമല്ല, പ്രവൃത്തിയിലും. അടിയന്തരാവസ്ഥ കാലത്ത് ഒരു മുദ്രാവാക്യം കോൺഗ്രസ്കാർ മുഴക്കിയിരുന്നു: നാവടക്കൂ, പണിയെടുക്കൂ. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്തും ഈ മുദ്രാവാക്യം അവർ പാലിക്കുന്നത് നല്ലതാണ്. അടുത്ത കേരള മുഖ്യമന്ത്രിയെ കുറിച്ച് ഒന്നും പറയാതിരിക്കുന്നത് ഏറെ നല്ലതാണ്. പിണറായി ആവില്ലെന്നല്ലാതെ ആരുടെ പേരും പറയരുത്. വോട്ടെടുപ്പ് കഴിയുന്നതുവരെയെങ്കിലും ഇക്കാര്യത്തിൽ നാവടക്കണം. ഇതേക്കുറിച്ച് പറയാൻ ആര് പ്രകോപിപ്പിച്ചാലും 71 സീറ്റ് ജയിക്കട്ടെ എന്നാവണം ഉത്തരം. രമേശും സതീശനും വേണുവും മാത്രമല്ല, ആരും പുതിയ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ വാ തുറക്കരുത്. 71 സീറ്റ് എന്ന കടമ്പ കടക്കാൻ ഇത്തരം പ്രഖ്യാപനങ്ങൾ തടസ്സമാവും. ആദ്യം 71 സീറ്റ് കിട്ടട്ടെ, അതല്ലേ നല്ലത്. തെരഞ്ഞെടുപ്പ് നിയമങ്ങൾ പത്രങ്ങൾക്ക് നല്ല വരുമാനമുണ്ടാക്കുന്നുണ്ട്. ഓരോ സ്ഥാനാർത്ഥിക്കുമെതിരെയുള്ള ക്രിമിനൽ കേസുകൾ സംബന്ധിച്ച് പത്രങ്ങളിൽ പരസ്യം കൊടുക്കണമെന്ന സുപ്രീം കോടതിയുടെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും നിബന്ധനയാണ് ഈ വരുമാനമുണ്ടാക്കുന്നത്. നിശ്ചിത ഫോറത്തിലാണ് പരസ്യം കൊടുക്കേണ്ടത്. മിക്ക പരസ്യവും 1/4 പേജ് വരുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടിലുള്ള അച്ചടി മാധ്യമങ്ങൾക്കും ദൃശ്യമാധ്യമങ്ങൾക്കും ഒരു കൈസഹായം. കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയ 2023 വനിതാ സംവരണ നിയമം അനുസരിച്ച് ഇന്ത്യൻ ലോക്സഭയുടെ അംഗസംഖ്യ 540 സീറ്റുകളിൽ നിന്നും 816 ആവും. രാജ്യസഭയുടെ അംഗസംഖ്യയിൽ മാറ്റമില്ല. ആകെ സീറ്റുകളിൽ 33% സ്ത്രീകൾക്കാവും. ഇതനുസരിച്ച് ലോക്സഭയിൽ 273 വനിതകൾ നിർബന്ധമാകും. 2011 സെൻസസ് അനുസരിച്ച് നിയോജക മണ്ഡലങ്ങൾ പുനർവിഭജിക്കാനും ലോക്സഭയിലും നിയമസഭയിലും ഇപ്പോൾ ഉള്ളതിൽ 50% കൂടി സീറ്റ് കൂട്ടാനുമാണ് പരിപാടി. നാടിന്റെ ഫെഡറൽ സന്തുലിതാവസ്ഥയിൽ വലിയ ചലനമുണ്ടാക്കാത്തതാണ് പുതിയ ബില്ലിൽ അമിത്ഷാ മുന്നോട്ട് വച്ചിരിക്കുന്ന ഈ നിർദ്ദേശം. പുനഃസംഘടന സംബന്ധിച്ച അമിത്ഷായുടെ നിർദ്ദേശം നടപ്പാക്കിയാൽ പ്രധാന സംസ്ഥാനങ്ങളിൽ വരുന്ന വ്യതിയാനം ഇങ്ങനെയാണ്. ഇപ്പോൾ 80 സീറ്റുള്ള UPയിൽ നിലവിലുള്ള സീറ്റുകൾ പുനഃക്രമീകരിച്ചാൽ 120 സീറ്റാവും. 40 സീറ്റുള്ള ബീഹാറിൽ 60 സീറ്റാവും. 25 സീറ്റുള്ള രാജസ്ഥാനിൽ 38ഉം
ഇപ്പോൾ 29 സീറ്റുള്ള മധ്യപ്രദേശിൽ 45ഉം 39 സീറ്റുള്ള തമിഴ്നാട്ടിൽ 60ഉം 42 സീറ്റുള്ള ആന്ധ്ര തെലങ്കാന സംസ്ഥാനങ്ങളിൽ 63ഉം 20 സീറ്റുള്ള കേരളത്തിൽ 30ഉം 28 സീറ്റുള്ള കർണാടകത്തിൽ 42ഉം സീറ്റാവും. 13 സീറ്റുള്ള പഞ്ചാബിൽ 21 സീറ്റാവും. 4 സീറ്റുള്ള ഹിമാചലിൽ 6ഉം 5 സീറ്റുള്ള ഉത്തരാഖണ്ഡിൽ 8ഉം ഇപ്പോൾ ലോക്സഭയിൽ 2 സീറ്റ് വീതമുള്ള അരുണാചൽ, ഗോവ, മണിപ്പൂർ, മേഘാലയ, ത്രിപുര സംസ്ഥാനങ്ങളിൽ 3ഉം സീറ്റുകളാവും. ഓരോ സീറ്റുള്ള നാഗാലാൻഡ്, മിസോറാം, സിക്കിം സംസ്ഥാനങ്ങളിൽ 2 സീറ്റാവും. കേന്ദ്രഭരണ പ്രദേശങ്ങളായ ഡൽഹിയിൽ ഇപ്പോഴുള്ള 7 സീറ്റ് 11ഉം ജമ്മു കാശ്മീരിലെ 5 സീറ്റ് 8ആയും ഉയരും. നിയമം പാസായി പ്രാബല്യത്തിൽ വന്നാൽ കേരളത്തിൽ 30 ലോക്സഭാ സീറ്റും 210 നിയമസഭാ സീറ്റും ഉണ്ടാവും. 2029 തെരഞ്ഞെടുപ്പിനോടൊന്നിച്ച് ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പെന്ന നിയമവും ഈ നിയമവും നടപ്പാക്കാനാണ് കേന്ദ്രം ആഗ്രഹിക്കുന്നത്. വേണ്ടതുണ്ടോ ഇത്രയും വലിയൊരു സഭ? ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ പ്രതിഫലം പറ്റുന്ന നിയമസഭകളിൽ ഒന്നാണ് കേരളം. ഇവിടെ ഒരു ജനപ്രതിനിധിക്ക് 70,000 രൂപയാണ് പ്രതിഫലം കിട്ടുക. തെലങ്കാനയിൽ അത് 3 ലക്ഷത്തോളമാണ്. ജാർഖണ്ഡിൽ 2.9 ലക്ഷവും മഹാരാഷ്ട്രയിൽ 2.6 ലക്ഷവും കർണാടകത്തിൽ 2 ലക്ഷത്തിലധികവുമാണ് പ്രതിമാസ വേതനം. MP-മാരുടെ പ്രതിമാസ അലവൻസ് 2.5 ലക്ഷത്തിൽ അധികമാണ്. നിലവിലുള്ള നിയമമനുസരിച്ച് ജനസംഖ്യാനുപാതികമായാണ് മണ്ഡലം വിഭജിക്കുന്നത്. സെൻസസ് ആണ് അടിത്തറ. 10.1 ലക്ഷം ജനത്തിന് ഒരു മണ്ഡലം എന്നാണ് ഇപ്പോഴത്തെ കണക്ക്. 1971 സെൻസസ് അനുസരിച്ചാണ് ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത്. 2026 ശേഷം നടക്കുന്ന സെൻസസ് അനുസരിച്ച് അടുത്ത പുനഃസംഘടന നടത്താം എന്നതാണ് നിലവിലുള്ള വ്യവസ്ഥ. 2021 സെൻസസ് നടക്കേണ്ടിയിരുന്നത്. കോവിഡ് മൂലം അതുണ്ടായില്ല. അന്ന് നടന്നിരുന്നെങ്കിൽ 2031 സെൻസസിന് ശേഷമേ മണ്ഡലം പുനഃസംഘടന സാധ്യമാകുമായിരുന്നുള്ളൂ. എന്നാൽ 2021 സെൻസസ് 2026 നടത്താൻ സർക്കാർ തീരുമാനിച്ചാൽ അതനുസരിച്ച് നിയോജക മണ്ഡലം പുനഃസംഘടന നടത്താം. 2021 സെൻസസ് 2026 ശേഷം നടത്തി ഡീലിമിറ്റേഷൻ സാധിക്കും. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന നയത്തിനൊപ്പം ഇതും നടപ്പിലാക്കാം. എന്നാൽ ഇപ്പോൾ 2011 സെൻസസ് അനുസരിച്ച് പുനഃസംഘടനയും തെരഞ്ഞെടുപ്പും നടത്താനാണ് പരിപാടി. ഭരണഘടനയുടെ 82-ാം വകുപ്പ് അനുസരിച്ച് 2021 സെൻസസിന് ശേഷം ജനസംഖ്യ അനുസരിച്ച് നിയോജക മണ്ഡലങ്ങൾ 2026 പുനഃസംഘടിപ്പിക്കേണ്ടതുണ്ട്. ജനസംഖ്യാനുപാതികമായി മണ്ഡലങ്ങൾ പുനഃസംഘടിപ്പിച്ചാൽ പുതിയ ഭരണക്രമത്തിൽ തെന്നിന്ത്യൻ സംസ്ഥാനങ്ങൾ വല്ലാതെ പിന്നിലാവും. അതുകൊണ്ടാണ് എല്ലാ സംസ്ഥാനത്തും 50% സീറ്റ് വർദ്ധിപ്പിക്കുക എന്ന നിർദ്ദേശം കൊണ്ടുവരുന്നത്. ജനസംഖ്യാനുപാതികമായി അധികാരവും ആനുകൂല്യങ്ങളും വിഭജിക്കപ്പെടുന്ന ഭാരതത്തിൽ ജനസംഖ്യ ഭീകരമായി കുറയുന്ന തെന്നിന്ത്യൻ സംസ്ഥാനങ്ങൾ വല്ലാതെ തഴയപ്പെടുകയാണ്. കേന്ദ്രവിഹിതം കുറയുന്നു, കേന്ദ്രത്തിലേക്കുള്ള വിഹിതം കൂടുന്നു. മുംബൈയിലെ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പോപ്പുലേഷൻ സ്റ്റഡീസിലെ ഫെർട്ടിലിറ്റി ആൻഡ് സോഷ്യൽ ഡെമോഗ്രാഫിയിലെ അസോസിയേറ്റ് പ്രൊഫസർ ശ്രീനിവാസ ഗോലി സമകാലീന ജനസംഖ്യാ പ്രവണതയെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നത് തെന്നിന്ത്യ അതിഭീകരമായ അവസ്ഥയിലാണെന്നാണ്. ജനസംഖ്യാ വളർച്ചയുടെ ദേശീയ ശരാശരി 2.1 അത് തമിഴ്നാട്ടിൽ 1.4 ആന്ധ്ര, തെലങ്കാന, കേരളം എന്നിവിടങ്ങളിൽ 1.5 കർണാടകയിൽ 1.6 അഞ്ചാമത് നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ അനുസരിച്ച് ബീഹാർ, ഉത്തർപ്രദേശ്, ജാർഖണ്ഡ് സംസ്ഥാനങ്ങൾക്ക് മാത്രമാണ് ജനന നിരക്ക് 2.1% അധികമുള്ളൂ. ജനന നിരക്ക് കുറഞ്ഞ ഒരു രാജ്യത്തിനും എത്ര പ്രോത്സാഹനം കൊടുത്തിട്ടും ജനസംഖ്യ വർദ്ധിപ്പിക്കാനായിട്ടില്ല. ലോകത്ത് ഒരു രാജ്യത്തിനും വലിയ സാമ്പത്തിക പ്രോത്സാഹനം കൊടുത്തിട്ടും ജനന നിരക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചിട്ടുമില്ല. നിയോജക മണ്ഡലം പുനഃസംഘടന മോദി സർക്കാർ 2026 നടപ്പിൽ വരുത്തുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നതാണ്. ജനസംഖ്യാനുപാതികമായുള്ള നിയോജക മണ്ഡല പുനഃസംഘടനയിൽ ശക്തമായ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് BJPയുടെ സർവസ്വവുമായ RSSും രംഗത്ത് വന്നു. അവരുടെ സംഘടനയുടെ മുഖപത്രമായ ഓർഗനൈസറിൽ എഴുതിയ മുഖപ്രസംഗത്തിൽ ഏറെ ജാഗ്രതയോടെ ചെയ്യേണ്ട കാര്യമാണിതെന്ന് സംഘടന വ്യക്തമാക്കി.
തെക്കൻ സംസ്ഥാനങ്ങളിലുണ്ടായ ജനസംഖ്യാ നിയന്ത്രണം അവർക്ക് ദോഷമാകരുതെന്ന് ഓർഗനൈസർ ഓർമ്മിപ്പിച്ചു. ബംഗാൾ, ബീഹാർ, ആസാം, ഉത്തരാഖണ്ഡ് എന്നീ അതിർത്തി സംസ്ഥാനങ്ങളിൽ അസ്വാഭാവിക ജനസംഖ്യാ വളർച്ചയുണ്ടെന്നും ചില മതവിഭാഗങ്ങൾ അധിവസിക്കുന്നിടത്തു മാത്രം മണ്ഡലം കൂടരുതെന്നും ഓർഗനൈസർ മോദി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. അനധികൃത കുടിയേറ്റത്തിലൂടെ വന്ന മുസ്ലിമുകളെയാണ് ഓർഗനൈസർ ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തം. മുസ്ലിം ജനസംഖ്യ ഉയരുന്നത് അസന്തുലിതാവസ്ഥ ഉണ്ടാക്കും. ജനസംഖ്യ വളർച്ച ഏതെങ്കിലും മതസമൂഹത്തെയോ പ്രദേശത്തെയോ ആനുപാതികമായി ബാധിക്കില്ല എന്ന് ഉറപ്പാക്കുവാൻ ജനസംഖ്യാ നിയന്ത്രണ നയം വേണമെന്നും ഓർഗനൈസർ ആവശ്യപ്പെട്ടു. ഇത് സാമൂഹിക സാമ്പത്തിക അസമത്വങ്ങൾക്കും രാഷ്ട്രീയ സംഘർഷങ്ങൾക്കും ഇടയാക്കുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകി. മമതാ ബാനർജിക്ക് മുസ്ലിം കാർഡ് കളിക്കാനാകുന്നതും ദ്രാവിഡിയൻ പാർട്ടികൾക്ക് സനാതനധർമ്മത്തെ അധിക്ഷേപിക്കുന്നതിൽ അഭിമാനം കൊള്ളുവാൻ സാധിക്കുന്നതും ന്യൂനപക്ഷ വോട്ടിന്റെ ഏകീകരണം മൂലമാണെന്ന് ഓർഗനൈസർ കുറ്റപ്പെടുത്തി. ഭാരതത്തിൽ തെക്കേ ഇന്ത്യ വടക്കേ ഇന്ത്യ എന്ന വികാരം ശക്തമാക്കി ഒരു ആഭ്യന്തര സംഘർഷത്തിലേക്ക് നയിക്കത്തക്ക വിധം ആപത്കരമാണ് ഇക്കാര്യം. ജനസംഖ്യാ നിയന്ത്രണം സംബന്ധിച്ച നയം നടപ്പാക്കിയതുകൊണ്ട് തെക്കേ ഇന്ത്യയിൽ ജനം കുറഞ്ഞു. വടക്കേ ഇന്ത്യയിൽ നിയന്ത്രണം നടപ്പാക്കാത്തതുകൊണ്ട് ജനം കൂടുകയും ചെയ്തു. ഉദാഹരണം തമിഴ്നാടാണ്. 1971 തമിഴ്നാട്ടിലും ബീഹാറിലും ജനസംഖ്യ ഒന്നുപോലെയായിരുന്നു. എന്നാൽ 2024 തമിഴ്നാടിന്റെ 1.5 ഇരട്ടിയായി ബീഹാറിലെ ജനം. എതിർപ്പിന്റെ അലയൊലികൾ നേരത്തെ തന്നെ ഉയർന്നു കഴിഞ്ഞു. ലോക്സഭാ മണ്ഡലങ്ങളുടെ ഡീലിമിറ്റേഷനെതിരെ തമിഴ്നാട് നിയമസഭ ഒരിക്കൽ പ്രമേയം പാസാക്കി. തെന്നിന്ത്യൻ സംസ്ഥാനങ്ങളെല്ലാം അപകടം മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തെന്നിന്ത്യൻ നേതാക്കളും തെന്നിന്ത്യ ശക്തി കേന്ദ്രമായുള്ള കോൺഗ്രസിന്റെ നേതാക്കളും ഒരേ സ്വരത്തിൽ പരിശുദ്ധ ബൈബിളിലെ ദൈവത്തിന്റെ അനുഗ്രഹം ആവർത്തിക്കുന്നു. സന്താനപുഷ്ടിയുള്ളവരായി പെരുകുക, ഭൂമി കീഴടക്കുക. നിർമ്മിത ബുദ്ധി എല്ലാ മേഖലയിലും അതീശത്വം പുലർത്തുന്ന ഇക്കാലത്തും ഭൂമി കീഴടക്കാൻ ദൈവം തന്ന ഈ മാർഗം മാത്രമാണുള്ളത്. ഈ കൽപ്പന കൃത്യമായി അനുസരിക്കുന്നത് ലോകത്തിലെ മുസ്ലിം സമൂഹം മാത്രമാണ്. അതുകൊണ്ട് അവർ ഭൂമി കീഴടക്കുകയാണ്. കുടിയേറ്റമടക്കം അതിനുള്ള എല്ലാ മാർഗവും സ്വീകരിക്കുന്നു. എന്നാൽ അവർക്കിടയിലും കാറ്റ് പ്രതികൂലമാകുന്നുണ്ട്. ഈ വർഷം കേരളത്തിലെ സ്കൂൾ ഡിവിഷനുകളുടെ ഏറ്റവും കൂടുതൽ കുറവുണ്ടായിരിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. 400 ഡിവിഷനുകൾ അവിടെ കുറഞ്ഞിരിക്കുന്നു. നാടും സമുദായവും ശക്തമാകണമെങ്കിൽ ജനമുണ്ടാകണം. അതുമാത്രമാണ് വഴി. ഇല്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും. ഇത്തരം ഭീതികൾ എന്തുമാകട്ടെ, വേണ്ടതുണ്ടോ ഭാരതത്തിൽ ഇത്രയും കൂറ്റൻ സഭകൾ എന്ന ചോദ്യം പ്രസക്തമാണ്. ഷീലോഹന്റെ കാഴ്ചകൾ ഇനി അടുത്ത ആഴ്ച.